ഒരു രീതിയിലും ആക്രമിച്ച ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നും നിങ്ങൾ ഓർക്കുന്നില്ല? ഇല്ല സാർ. സാർ, ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലാൻഡ് ഓപ്പറേഷൻ ബട്ട് നോട്ട് പ്രൊഫഷണൽ. സാർ 10 crores ആണ് സാർ പോയിരിക്കുന്നത്. നഷ്ടപ്പെട്ടിരിക്കുന്നതൊക്കെ പുതിയ നോട്ടുകൾ എന്നല്ലേ പറഞ്ഞത്? സാർ. അതിൻ്റെയൊക്കെ സീരിയൽ നമ്പേഴ്സ് പോലീസിന് വേണം. സാർ. സർ, കവർച്ചാ സംഘത്തിന്റെ വണ്ടി തെറ്റി പരിക്കേറ്റ സെക്യൂരിറ്റിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. അയാൾക്കാരെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചോ? ഇല്ല സർ. അയാൾ ഇടിച്ചതൊരു ബ്രൗൺ കളർ മാരുതി ഒമിനിയാണെന്നും ആ വണ്ടിയുടെ നമ്പർ KL01L405 ആണെന്നും അയാൾക്ക് ഓർമ്മയുണ്ട്. ഒമർ, സൂര്യ, എണീക്കടാ. എണീക്കടാ. എന്താടാ പറ്റിയ? അത് ഡ്രൈവ് ചെയ്താ നീ തന്നെ ചോദിക്കണം. വണ്ടി മറിഞ്ഞോ? മറിഞ്ഞിരുന്നാ കാണായിരുന്നു. പിന്നെ നിനക്ക് കണ്ണു തുറക്കേണ്ടി വരില്ലായിരുന്നു. അയ്യോ, നിന്റെ കൈ മുറിഞ്ഞോ? സൂര്യ, എണീക്കടാ. സൂര്യ, സൂര്യ, എണീക്കടാ. നമ്മളവിടെ എത്തി? എങ്ങും എത്തിയില്ല. നമ്മളിവിടെ എവിടെയോ പെട്ട് കിടക്കുക. നീ എണീക്ക്. ഇത് ഏത് സ്ഥലമാണെന്ന് പോലും അറിയില്ല. ഇതപ്പോ പറ്റില്ല. അത് ടയറിന്റെ വെടി തീർന്നു. ഓ, ദാ നോക്ക്. ആശം. ഇതിനകത്ത് ജാക്കി ലിവർ ഒന്നും കാണുന്നില്ലല്ലോ. ബോർഡർ കഴിഞ്ഞ് ഉപേക്ഷിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കൊള്ളാം, ബെസ്റ്റ്. നീ കള്ളൂപ്പിയുടെ കാര്യം മറന്നില്ലല്ലോ. എടാ, കുപ്പികളുകൊണ്ട് ഇവിടം വരെ എത്തിയില്ലേ? ഇവിടെയാണെങ്കിൽ ഒരു മനുഷ്യനെ കാണാനും ഇല്ല. ഞാനെന്ത്? അയ്യോ, ക്യാഷ്. അയ്യോ, ബാഗിനകത്തുണ്ട്. എടാ, നീ അത് തുറന്നു. എന്താടാ, എന്ത് പറ്റി? നോക്കി. ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാൻ, വെറുതെ വരട്ടാനായിട്ട്. എന്ത് ചെയ്യും? എന്തോന്നടാ ഈ കാണിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയതാ. വട്ടായോടാ നിനക്ക്? കാട്ടിലൊക്കെ പെട്ടാ ഇങ്ങനെ വിളിക്കണം, എന്നാലേ ആരെങ്കിലും കേൾക്കൂ. പിന്നെ കണ്ടാ? എന്തു പറ്റി? അത് വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി. രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. വണ്ടി ഇവിടെ എത്തിയപ്പോ ഇതല്പം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യേണ്ട സ്ഥലമാ. നിങ്ങളെങ്ങോട്ടാ? വെറുതെ ഒരു ട്രിപ്പിന് ഇറങ്ങിയതാ. പഞ്ചറായ ടയർ മാറ്റാൻ നോക്കിയപ്പോ വണ്ടി ലിവർ കാണാനില്ല. ഇവിടെ എവിടെയെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? ലിവർ വീട്ടിലുണ്ടോ എന്ന് നോക്കണം. ഇവിടെ അടുത്താണോ? വാക്കബിൾ ഡിസ്റ്റൻസ്. ഓക്കെ, ഐ ആം സക്കറിയ വില്യംസ്. വിഷ്ണു. അമർ. അമർ. ശിവൻ. പിന്നെ ഞങ്ങളാരെങ്കിലും ചേട്ടൻ്റെ കൂടെ വന്ന? 3 പേരും വന്നോളൂ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാം. ആ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കെട്ടാം.
Yes, come on. ഇവിടെ എങ്ങും ആൾതാമസം ഇല്ല അല്ലേ? Hey, it's a lonely place. പിടിച്ചേ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? Business. എന്ത് ബിസിനസ്? പ്രോഫിറ്റ് കിട്ടുന്ന എന്ത് ബിസിനസ്സും ചെയ്യും. ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? യെസ്, ഇത് UK-യിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. എൻ്റെ ഒരു മേൽനോട്ടം. കമാൺ. പിന്നെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും പെട്ടിയെടുത്ത് വേണം. വന്നോളൂ. കമാൺ, ഇരിക്കൂ. ഇപ്പോ വരാം. ആ വണ്ടി വല്ല കൊക്കയിലും മറ്റോ പോയിരുന്നെങ്കിൽ. അതിനുവേണ്ടി കൊക്കയിലേക്കൊന്നും മറിഞ്ഞില്ലല്ലോ. അല്ല, പുള്ളിക്കാരൻ ഇതങ്ങോട്ടാ പോയത്? Come on. ഇരിക്കൂ. ഏയ്, ഒന്നുമില്ല. ഹലോ, പാല് നിർബന്ധമില്ലല്ലോ? ബ്ലാക്ക് ടീ പോരെ? മതി. ഓക്കെ. മതിയടാ. ചേട്ടാ, യെസ്. ഇവിടെ തണുപ്പിത്തിരി കൂടുതലാ. സ്മോള് കിട്ടാൻ. സ്മോളേ ഉണ്ടായിരുന്നു, തീർന്നുപോയി. അയ്യോ, ഒരു കാര്യം ചെയ്യേ, തൽക്കാലം ഇവനെ കൊണ്ട് പിടിപ്പിക്കുക. താങ്ക് യു. ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ, ബ്ലാക്ക് ടീ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ചേരും. സംസ്ഥാന നേതൃത്വവും പ്രതിപക്ഷ നേതാവ് PS-ഉം തമ്മിലുള്ള എതിർപ്പ് യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും. ന്യൂസവറിൽ ഇടവേള. Yes, black tea. Black tea. Yes. Nice tea. ചേട്ടാ, വണ്ടിയുടെ ടൂൾസ് കിട്ടിയിരുന്നെങ്കിൽ വേഗം പോകായിരുന്നു. എന്താ തിരക്കുണ്ടോ? ആ, കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ലേറ്റാ. സ്റ്റോറിലുണ്ടോ?
വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള എറിക്സൺ ബാങ്കിൽ 10 കോടി രൂപയുടെ കവർച്ച. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ബാങ്കിന് മുന്നിലെ സെക്യൂരിറ്റി ജീവനക്കാരെ ആക്രമിക്കുകയും ക്ലോറോഫോം ഉപയോഗിച്ച് ബോധം കെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബാങ്കിന്റെ പിൻഭാഗത്തു കൂടിയാണ് കവർച്ച നടത്തിയവർ അകത്ത് കയറിയിരിക്കുന്നത്. 3-4 പേർ ചേർന്ന ഒരു സംഘമാണ് കവർച്ച നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് കരുതുന്നു. കവർച്ചയുമായി ബന്ധപ്പെട്ടവരെ ഉടൻ നിയമത്തിന് നോ നോ മണ്ടത്തരം കാണിക്കരുത്. എന്നെ കൊന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. മറിച്ച് ഞാൻ ജീവിച്ചിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഷുവർ ഷുവർ. അധ്വാനത്തിൻ്റെ നേരില്ലാത്ത, വിയർപ്പിൻ്റെ ഗന്ധമറിയാത്ത പണം. ഇത് ബാങ്കിലേക്ക് പുതുതായി വന്ന നോട്ടുകളാണ്. ഒരിക്കൽ പോലും വിതരണം ചെയ്തിട്ടില്ലാത്ത നോട്ടുകൾ. അതുകൊണ്ട് ട്രാൻസാക്ഷൻ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സീരിയൽ നമ്പർ വെച്ച് ബാങ്കിന് പണം തിരിച്ചറിയാൻ പറ്റും. വെരി ഡേഞ്ചറസ്. കുറച്ചു കാലത്തേക്ക് ഈ നോട്ടുകൾ പുറത്തിറക്കരുത്. ഏയ് അത് ശരിയാവില്ല. ഈ ക്യാഷിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. കാഷിന് എമർജൻസി ഉണ്ടെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. എന്താ അത്? ഈ നോട്ടുകൾ എടുത്തിട്ട് ആരെങ്കിലും പഴയ നോട്ടുകൾ തരണം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ 3 പേരും എത്രയും വേഗം ഈ സ്റ്റേറ്റ് വിടണം. എല്ലാത്തിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പകരം ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുകൾക്ക് എനിക്ക് താല്പര്യമുള്ളൂ. ഈ പണം 4 ഷെയർ ചെയ്യാൻ തയ്യാറാണോ? അല്ല, അതിപ്പോ പറ്റില്ല. ഏയ്, ഇത്രയും വലിയ തുകയുമായി നിങ്ങളെ സേഫാക്കി വിട്ടിട്ട് എനിക്കെന്താ പ്രയോജനം? ഓക്കെ, ഈ പണം നമുക്ക് 4 ഷെയർ ചെയ്യാം. പിന്നെ നോട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നവർക്ക് കമ്മീഷൻ കൊടുക്കണം. കമ്മീഷന് അതെത്ര വരും? അത് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഇത് എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തണം. അത് ചെയ്യാം. അവർ കൊണ്ടുവരുന്ന നോട്ടുകൾ ഒറിജിനൽ ആണോ നമ്മളെങ്ങനെ അറിയും? അതൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ എടുക്കൂ. ആ ഓംനി റോഡിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടണം. ആ ടൂൾസ് സ്റ്റോറിലുണ്ടോ ഞാൻ നോക്കട്ടെ. നമുക്കിവിടുന്ന് വലിഞ്ഞാലോ? എന്തിന്? അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഈ പണം പുറത്തിറക്കിയാ നമുക്ക് പണി കിട്ടും. തൽക്കാലം നമുക്ക് ഇയാളെ വിശ്വസിക്കാം. ഇപ്പോഴാ ഓർത്തത്. ഇവിടെ ഇല്ല, പക്ഷെ ഒരു വഴിയുണ്ട്. ഇവിടുന്ന് കുറച്ച് പോയാൽ എക്സ് മിലിറ്ററിക്കാരൻ്റെ വീടുണ്ട്. അവിടുന്ന് വണ്ടിയുടെ ലിവറും പിന്നെ താൻ ചോദിച്ച ലിക്കറും സംഘടിപ്പിക്കാം. എന്തായാലും നമ്മൾ ഫ്രണ്ട്സായ സ്ഥിതിക്ക് എല്ലാവരുടെയും ശരിക്കുള്ള പേരെന്ന് പറഞ്ഞേ. അല്ലു. ഒമർ. സൂര്യ. 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 ഒമനിയുടെ കീ എടുത്തോണ്ട് ഒമർ എൻ്റെ കൂടെ വാ. കമാ. പോട്ടെ. ദാ.